നമ്മുടെ ഏകജാല കേന്ദ്രയുടെ എഡ്യൂക്കേഷൻ സർവേയുടെ ഭാഗമായിട്ട് ഇന്ന് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സർവേ നടത്താൻ പോവുകയാണ്. നമ്മുടെ ഏകജാലക നിരവധി സർവേകൾ നടത്താറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാറില്ലായിരുന്നു. അപ്പൊ നമുക്ക് ലൈവായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഒരുപാട് കുട്ടികൾ കരിയർ സ്റ്റക്ക് അനുഭവിക്കുന്നുണ്ട്. പ്രൊഫഷണലിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കരിയർ സ്റ്റക്ക് അനുഭവിക്കുന്നുണ്ട്. അവരുടെ വർക്കിലൊന്നും അവർ ഇഷ്ടമില്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു ലൈവ് സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കമോൺ. അപ്പൊ നമ്മുടെ ഇവിടെ രണ്ടുപേര് ഇവിടെ ഫോട്ടോസ്റ്റാറ്റിൽ പ്രിന്റ് എടുക്കാൻ വന്നിട്ടുള്ള രണ്ടുപേരാണ്. അപ്പൊ അവരുടെ അടുത്ത് ആദ്യം ചോദിക്കാം. ഞാൻ എഡ്യൂക്കേഷൻ സർവേയുടെ ഭാഗമായിട്ട് വരുവാണ്. അത് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളിപ്പോ കറന്റ് എന്താ ചെയ്യുന്നത്? പേരെന്തായിരുന്നു? ജംഷിദയും അശ്വിനിയും അല്ലേ? ഓക്കെ, എന്താണ് ഇപ്പൊ വർക്കിംഗ് ആണോ? രണ്ടുപേരും വർക്കിംഗ് ആണോ? ഓക്കെ ഓക്കെ. ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? സർവീസ് സെക്ടറാ? താങ്കളോ? അങ്ങനെ തന്നെ. രണ്ടുപേരും ഹാപ്പി ആണോ? കുഴപ്പമില്ല. ഓക്കെ, ഈ 10ാം ക്ലാസ്സും +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കിട്ടിയായിരുന്നു? ഒരിക്കലും കിട്ടിയായിരുന്നോ? എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ മെന്ററിങ് ആരായിരുന്നു ചെയ്തത്? ആരുടെ ഭാഗത്താണ്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് ഇപ്പൊ ഡിഗ്രി വരെ എത്തിയെന്നല്ലേ പറഞ്ഞത്? എങ്ങനെയാണ് ഡിഗ്രി വരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്ററിംഗിലൂടെയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെയല്ല, ഓരോരുത്തരും ഓരോന്ന് പറയുന്നു, നമ്മളെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കരിയറിൽ ശരിക്കും നിങ്ങൾ ഹാപ്പിയാണോ? എടുത്ത കോഴ്സുകളിൽ പോലെ തന്നെ ഇപ്പൊ വന്നെത്തി നിൽക്കുന്ന മേഖലയും തമ്മിൽ ഹാപ്പിയാണോ? അല്ല, ഒരിക്കലല്ല. അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാനുള്ള കാരണം? 10th കഴിഞ്ഞപ്പോ ടീച്ചിങ് ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു കൊമേഴ്സ് എടുത്തോ, നല്ല കുറച്ചും കൂടി ജോബ് കിട്ടാൻ സിമ്പിൾ ആവെന്ന് പറഞ്ഞു. അങ്ങനെ കൊമേഴ്സ് എടുത്ത്, പിന്നെ കൊമേഴ്സ് എടുത്തത് കാരണം ബികോം എടുത്തു. ടീച്ചിങ് എന്നുള്ളൊരു ഇത് അവിടെ സ്റ്റോപ്പ് ആയി. ഓക്കെ, ഗ്രേറ്റ്. അപ്പം നമ്മുടെ ഏകജാല കേന്ദ്ര എന്ന് പറയുന്ന പ്രൊജക്ട് ശരിക്കും കേരളത്തിൽ ഏകദേശം 5000-ഓളം കൗൺസിലർമാർ വരികയാണ്. അപ്പൊ നിങ്ങളുടെ പിൻകോഡിൽ തന്നെ ഒരു കൗൺസിലർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മക്കളും അതേപോലെയുള്ള ആളുകൾക്ക് നമ്മുടെ ജനകീയമായിട്ടുള്ള ഒരു പ്രൊജക്ട് വീടിന്റെ അവിടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡിൽ തന്നെ ഒരു കൗൺസിലർ നമ്മൾ വരുവാണ്. നിങ്ങളുടെ ജനകീയമായിട്ടുള്ള ഒരു പിൻകോഡിൽ ഒരു കൗൺസിലർ വരും. അവര് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള, അപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. എന്ത് പഠിക്കണം എന്നറിയില്ല, ഏത് മേഖലയിൽ പോകണം എന്നറിയില്ല, എന്ത് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഏകദേശം 90% ആളുകളും നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ജില്ലകളിലും എല്ലാ പിൻകോഡുകളിലും കൗൺസിലർമാർ വരുവാണ്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം, ഏകജാല കേന്ദ്രയുടെ കൗൺസിലർമാർ പിൻകോഡിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പിൻകോഡ് അടിസ്ഥാനത്തിൽ തന്നെ അവർ ഇപ്പൊ നിയമപരമായിട്ട് ബോർഡൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത്. ഈ ഡോക്ടർമാർ അഡ്വക്കേറ്റ് ഒക്കെ ബോർഡ് വെക്കുന്നില്ലേ, അതേപോലെയുള്ള ബോർഡ് വെച്ചുകൊണ്ടായിരിക്കും വരിക. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള പിൻകോഡിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ എന്തായാലും നല്ല ഏർപ്പാടാണ്. എന്തായാലും അങ്ങനെ വരുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും പറ്റില്ലോ. ഇനി എന്ത് ചെയ്യണം? എന്താണ് അശ്വിനി മാഡത്തിന് പറയാനുള്ളത്? ഇനിയുള്ള കുട്ടികൾക്കും കൂടെ നല്ലൊരു ഗൈഡൻസിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനൊക്കെ നല്ലൊരു. അപ്പൊ നമ്മുടെ എല്ലാവരെയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പോവാണ് എല്ലാവരെ കൊണ്ടും. അപ്പൊ ആ പിൻകോഡുള്ള കൗൺസിലറെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ.